ഹായ്. ചോട്ട് പോയതൊക്കെ നമ്മള് മറ്റേ ഇന്നലെ ഫിനാലെ എല്ലാം ഫുട്ബോൾ ഫിനാലെ ഒക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് കിടന്നിട്ട് ഇന്ന് ഉച്ചക്കൊക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വയ്യ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ചോട്ട് ഇതപ്പം റെഡി ആയിട്ട് അവൻ ഇറങ്ങാൻ നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞാൻ കാണിച്ചിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളിതാ ഒന്ന് പൂളിൽ ഇറങ്ങാതെ വെച്ച്, ഇന്നെങ്കിലും പൂള് നടക്കുന്നു ഞങ്ങൾ വിചാരിക്കുന്ന അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് പോവാണ്. ഒരു മിനിറ്റ് ഞാൻ കാറിൽ കയറിയിട്ട് പറയാം ബാക്കി. അപ്പൊ പറഞ്ഞത് ഞാനും ആളും ലാസ്റ്റ് ഇയർ തന്നെയാന്ന് തോന്നുന്നു. നമ്മൾ സ്ഥിരമായിട്ട് സ്വിം ചെയ്യാറുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്യും, അതുപോലെ രാവിലെ സ്വിമ്മിങ്ങിന് പോകും, ഇതൊക്കെ ചെയ്യാറുണ്ട് മാളുവിന്റെ മമ്മേന്റെ ഫ്ലാറ്റിൽ കേട്ടോ. അവിടെ ആണെങ്കിൽ പിന്നെ നമ്മൾ എവിടെയോ വെച്ച് ടച്ച് വിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടേ ഇല്ല. അതെ, പിന്നെ പൂളിലാണെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, അതിന്റെ ടൈലൊക്കെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് വേറെ ആരും വരാറുണ്ടായിരുന്നില്ല, ഞാനും ആളും മാത്രം പോവാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറെ കാലം പോവാണ്ടായി. ഇപ്പം പൂളൊക്കെ ഫുൾ നന്നാക്കി സെറ്റ് ആക്കി എന്ന് പറഞ്ഞു. ഇപ്പൊ എപ്പോഴും കുട്ടികളൊക്കെയാണ്, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കുട്ടികളും വലിയ ആൾക്കാരൊക്കെ. അപ്പൊ നമ്മള് പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താ പാടെന്ന് അറിയില്ല, ഇപ്പോഴും ആൾക്കാരൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ടാവും തോന്നുന്നു, അറിയില്ല ക്രൗഡ് എന്താ അവസ്ഥ. ഞങ്ങൾ പോയി നോക്കുകയാണ്. അപ്പം അവിടെ എത്തിയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇറങ്ങി കാണിക്കാം. ഓക്കെ, ഭയങ്കര ആൾക്കാരില്ലേ, നമുക്കെന്താ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് എന്താ അവസ്ഥ, പോയി നോക്കണം എന്താ. വളം അത്ര നേരം കൊടുക്കണം, കറക്റ്റ് വളം ഒന്ന് കൊടുക്കുന്നു. പൂളിൽ പോയി കഴിഞ്ഞാൽ മറ്റേ വെള്ളത്തിൽ കൂടെ ചാടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഫോണ് ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് ഒക്കെ കാണിക്കാം. പക്ഷെ നമ്മൾ നടക്കാണ്ട് പോയ കാര്യം നമ്മൾ ഇന്ന് നടത്തുന്നു വിചാരിക്കുന്നു. അങ്ങനെ ഒരു വ്ളോഗാണ് ഇത്. അപ്പം വെൽക്കം ബാക്ക് ടു ദി ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഇതിലേക്ക് കയറാവോ? വേറെ വഴിയില്ല, എല്ലാം മറന്നു, കാലങ്ങളായി. കുറെ കാലത്തിന് ശേഷം ഞാൻ അന്ന് മറ്റേ കാർ എടുക്കാൻ വേണ്ടി വന്നില്ലേ നമ്മളിവിടെ പോയപ്പം, ഇവിടെ മറ്റേ ഡാൻസ് വർക്ക് ഷോപ്പിന് പോയി. അപ്പോഴാണ് മകളുടെ ഫ്ലാറ്റിൽ കുറെ കാലത്തിന് ശേഷം വരുന്നത്. കൂടുതൽ വന്ന കാലം മറന്നു. ഫുള്ള് ആൾക്കാരാട്ടോ. ഇവിടെ എന്തൊക്കെയോ ക്ലാസ് നടക്കുന്നുണ്ട്, പൂളിലും ആൾക്കാരുണ്ട്. പണ്ടൊന്നും ഇവിടെ ഒരാളും മനുഷ്യരുണ്ടായില്ല. മാളുടെ മമ്മേന്റെ ഫ്ലാറ്റിൽ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോയതാ. കാണിക്കാം. നമ്മളൊരു 2024 ഡെയിലി രാവിലെ പോയിട്ട് സ്വിം ചെയ്യാറ്. അന്ന് ഈ പൂളിൻ്റെ ഈ ടൈലെല്ലാം പൊട്ടിയിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ആരും ഇറങ്ങാറുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ രണ്ടാളും മാത്രം എപ്പോഴും വരുമായിരുന്നു. പക്ഷെ കാലമൊക്കെ ഇങ്ങനെ തട്ടിമുറിഞ്ഞു പോവുക, തട്ടിപ്പോവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പൂള് മൊത്തം റെഡിയാക്കിയതിന് ശേഷം ഇന്നാണ് നമ്മൾ വരുന്നത്. അടിപൊളിയായിട്ടുണ്ട് പൂള്. പിള്ളേർ തന്നെ ഉള്ളൂ, വേറെ വലിയ ആൾക്കാരൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കളവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ജിമ്മിൻ്റെ ഒരു പോർഷനിൽ കുട്ടികൾ കരാട്ടെ പഠിക്കുന്നുണ്ട്, ചെറിയ പിള്ളേർ. ഈ സ്വിം സ്യൂട്ട് ഞാൻ സ്ഥിരമായിട്ട് സ്വിം ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ല, നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചതായിരുന്നു ആമസോണിൽ. ഇത് വാങ്ങി കയ്യിലെത്തിയ സമയം തൊട്ട് പിന്നെ സ്വിം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് അടിപൊളിയാട്ടോ. ഒരു കാണുമ്പം ഒരു ഫ്രോക്ക് പോലെ ഇരിക്കും, അതിൻ്റെ സ്ലീവൊക്കെ അങ്ങനെയായിട്ട്. അടിയിലാണെങ്കിൽ ഷോർട്ട്സ് അറ്റാച്ച്ഡ് ആണ്. അത്ര എക്സ്പെൻസീവും അല്ല, 999 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഓഫറിൽ. ഇപ്പോഴും ഞാൻ അതിനിടയ്ക്ക് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ് ഉള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഒരു ബ്ലൂവോ ബ്ലാക്കോ മാളുവിൻ്റെ അടുത്തുണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാനും വാങ്ങിച്ചത്. ഞാൻ പിന്നെ വേറെ കളർ എടുത്തു. മാളും മീഡിയവും ഞാൻ സ്മോളാണ് എടുത്തിട്ടുണ്ടായത്. അവൾ മീഡിയം എടുത്തപ്പോൾ പറഞ്ഞു കുറച്ച് ലൂസാണ്, അപ്പോൾ എന്നോട് എടുക്കുമ്പോൾ സ്മോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെള്ളത്തിൽ തന്നെയല്ലേ എപ്പോഴും സ്വിം സ്യൂട്ട് ഇട്ടിട്ട്, അപ്പോൾ ഒന്നുകൂടെ ലൂസാവും ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു സൈസുള്ള ആൾക്കാരൊക്കെ എടുക്കുമ്പോൾ സ്മോൾ തന്നെ എടുത്താൽ മതി കേട്ടോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി ഞാൻ ലിങ്കും കൂടി കൊടുക്കാം ഇതിൻ്റെ കൂടെ. കണ്ടില്ലേ, ഷോർട്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു സ്വിം സ്യൂട്ട് പോലെ അങ്ങനെ ഇരിക്കൂല, നമുക്ക് ഇടുന്ന സമയത്ത് ഒരു ഫ്രോക്കായിട്ട് ഭയങ്കര ക്യൂട്ട് ഒരു ഫ്രോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മാളൂന് വെയിറ്റ് ചെയ്യായിരുന്നു. അത് അവൾ വന്നു, ഡ്രസ്സൊക്കെ അവൾ ഇനി ഇവിടുന്ന് മാറണം. ആ സ്വിം സ്യൂട്ടാണോ ഇട്ടത് എനിക്ക് ഓർമ്മയില്ല, നമുക്ക് ഊരുന്ന സമയത്ത് നോക്കാം കേട്ടോ. അവർക്കൊരു കോള് വന്നു. അപ്പോൾ ആ കോള് കഴിയും വരെ ഞാൻ ചുമ്മാ ഇങ്ങനെ പൂളിൻ്റെ അടുത്ത് ഇങ്ങനെ ചില്ല് ചെയ്ത് കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ പൂളിൽ വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരു പൂളിൽ പോയിട്ടുണ്ടായിരുന്നു, മാളുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ. അത് നല്ല പൂളായിരുന്നു. കുറച്ചുകൂടെ വലിപ്പമുണ്ട്, അതുപോലെ തന്നെ വെള്ളമാണെങ്കിലും ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തണുപ്പ് അധികം ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ പണ്ട് രാവിലെ വരുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അത് പുള്ളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ചടങ്ങായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കുറേ സമയം നമ്മൾ നിന്ന് ആദ്യം നീ ഇറങ്ങുക, ആദ്യം ഞാൻ ഇറങ്ങുക, അങ്ങനെ പറഞ്ഞ് അങ്ങനെ മെല്ലെയാണ് നമ്മൾ ഇറങ്ങാറ്. ഞാൻ പറഞ്ഞില്ലേ, പഴയ ആ ചടങ്ങ്, ആദ്യം നീ ഇറങ്ങുക, ആദ്യം ഞാൻ ഇറങ്ങുക. എപ്പോഴും ഞാൻ തന്നെയാണ് ആദ്യം ഇറങ്ങുക. അപ്പം ഞാൻ ഇറങ്ങി ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാള് ഇറങ്ങുക. അപ്പം ഞാൻ ചുമ്മാ ചിലപ്പം കള്ളത്തരം പറയും, തണുപ്പൊന്നുമില്ല, വാ ഇറങ്ങി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറയാം, ഒരു കുഴപ്പമില്ല, ഇറങ്ങും മാളു വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാളൂന് തണുത്തിട്ട് നല്ല തണുപ്പുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവൾ. അപ്പം ഞാൻ തണുപ്പില്ല, വാ ഇറങ്ങുക പറഞ്ഞ് ഇങ്ങനെ സെറ്റാക്കിയിരുന്നു. തണുപ്പുണ്ട് കേട്ടോ, കുറച്ച് തണുപ്പുണ്ട്. അപ്പം നമ്മളിങ്ങനെ റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഫുൾ തല മുങ്ങും. അങ്ങനെ മുങ്ങിക്കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ സ്വിം ചെയ്ത് ഒന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും ബോഡി ഒന്ന് ഹീറ്റാവും, പിന്നെ നമ്മൾ നോർമലാവും. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ. നമ്മൾ ഡെയിലി സ്വിം ചെയ്യുന്ന സമയത്ത് ഒരു 1-2 വീക്കിൽ തന്നെ നമ്മളൊരു 7 or 8 ലാപ്പ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒറ്റയടിക്കല്ല, ഓരോ ദിവസം ഓരോരോ ലാപ്പ് ഇങ്ങനെ കൂട്ടി നമ്മൾ കൊണ്ടുവരിക ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേർ അപ്പുറത്ത് കരാട്ടെ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്വിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല നമ്മളെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോറിൻ്റെ ഭാഗത്ത് നിൽക്കാതെ നമ്മൾ കുറച്ച് മറിഞ്ഞു നിന്നു. പാവം മക്കളെ കോൺസെൻട്രേഷൻ നമ്മളായിട്ട് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്. നമ്മൾ 2 ദിവസം മുന്നേ കല്യാണി വർക്ക്ഷോപ്പിന് പോയിട്ടുണ്ടായിരുന്നല്ലോ, ഡാൻസ് വർക്ക്ഷോപ്പിന്. അതിനുശേഷം പിന്നെ എപ്പോൾ നമ്മളിത് ഫുൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പം നമ്മൾ പൂളിൽ നിന്ന് ചുമ്മാ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, സ്റ്റെപ്പൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കുമായിരുന്നു. ക്ലാസ്സിന് പോയിട്ട് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഞങ്ങളിങ്ങനെ പറയായിരുന്നു, എപ്പോഴാണെങ്കിലും മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് ഫുൾ വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന്. കുറച്ചുകൂടെ ഡാർക്കായപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു പൂളും സ്കൈ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിള്ളേർ കരാട്ടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരാൾ ഫുൾ റെഡി ആയിട്ട് ചാടാൻ വേണ്ടി വരിക കേട്ടോ. ഈ മോള് കരാട്ടെ ക്ലാസ്സിലുള്ളതല്ല കേട്ടോ. ആ മുകളിലിരിക്കുന്ന മോളില്ല, അവക്കായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് അതിന് പൂളിറക്കാൻ തോന്നുമായിരുന്നു. വരുമോ? നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കൈ വെച്ചിട്ട് കൈ ഇങ്ങനെ നീട്ടി പിടിക്കും.
അങ്ങനെ കുറച്ച് പേർക്ക് ചെയ്ത് പഠിക്കും. ഈ പാമ്പ് പൊങ്ങുമ്പോൾ നമുക്ക് പേര് വരുന്നത്, അതാണ് സ്വിമ്മിൻ്റെ. ഹെയർ ബാൻഡ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നു, വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നു. അപ്പൊ ഇന്നത്തെ സ്വിമ്മിങ് കഴിഞ്ഞു. ഇന്നത്തെ പറഞ്ഞ കുറെ കാലത്തിന് ശേഷം നമ്മൾ സ്വിം ചെയ്തു. നമ്മൾ ഡെയിലി രാവിലെ ആയിരുന്നു കേട്ടോ ആദ്യം വരാറ് ഇവിടെ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സമയം, ആളും നമുക്കൊക്കെ ജോലിയുള്ള സമയം. അപ്പൊ നമ്മൾ രാവിലെ വന്നിട്ട് ഒരു 7 to 8 വിചാരിക്കും. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, സമയം പോകുന്ന അറിയില്ല. അപ്പൊ നമ്മൾ പൂളിൽ അറിയിട്ട് ഇതിന്റെ അകത്തൊരു ക്ലോക്ക് ഉണ്ട്, ഈ ജിമ്മുണ്ട് ഇവിടെ, അതിനകത്തൊരു ക്ലോക്ക് ഉണ്ട്, വലിയ ക്ലോക്ക്. ആ ക്ലോക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് ആ സമയം നോക്കിയിട്ട് നമ്മൾ ജിമ്മൊക്കെ കയറി പൂളിന്ന്. അപ്പൊ അത്രേ ഉള്ളൂ. കുറെ കാലത്തിന് ശേഷം നമ്മള് എത്ര ലാപ്പ് എടുത്തിട്ടുണ്ടാവും? ഏകദേശം 6 ലാപ്പ്. നമ്മൾ ലാപ്പ് വരുമ്പോ 1 സൈഡാണ്, 2 സൈഡ്, 1 2 ആണ് ഒരു ലാപ്പ്. അങ്ങനെ ഒരു 6 ലാപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഉദ്ദേശം ഫ്രണ്ട്സിനെ കിട്ടി. ഹായ് എന്നൊക്കെ മക്കളുണ്ട്. ഹായ് പറഞ്ഞു. ഹായ് പേര് മജിസ്തേര നിരഞ്ജന. ഓക്കെ. കയ്യിലെന്താ മൈലാഞ്ചി ഇട്ടുണ്ടോ? ഓ നൈസ്. ബൈ. നമുക്ക് അടുത്ത ദിവസം കാണാട്ടോ. ടാറ്റാ. ചാടി. അപ്പം മാള് പോവാണ്. മാള് ഒരു മിനിറ്റ് കാര്യം ചെയ്യാം. ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് മാറിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാന്നാ വിചാരിക്കുന്നത്. അല്ല, വേറെ പരിപാടി ഒന്നും, വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റൂം വൃത്തിയാക്കിയിട്ട് ഒന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. എല്ലാവരും പോയി, ചോട്ട് പോയി, വീടൊക്കെ ഒന്ന് ശാന്തമായിട്ടുണ്ട്. മാളും എന്നെ ഡ്രോപ്പ് ചെയ്യോ അറിയില്ല, പക്ഷെ ഡ്രോപ്പ് ചെയ്യണ്ട, ഞാൻ ഊബർ എടുത്ത് പോയിരിക്കുന്നല്ലോ. അവൾ വീട്ടിൽ വരികയാണെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ഊബർ എടുത്തിട്ട് പോകും. അപ്പം ബൈ ബൈ, അടുത്ത വ്ലോഗിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എന്താ ഇതിൽ കാണിക്കട്ടെ? ജമ്പ് ചെയ്ത് കാണിക്കട്ടെ? ആ പറയട്ടെ, രണ്ടാളും ഒരുമിച്ച് നിൽക്ക്. ഇതാട്ടോ വ്ളോഗ് ഉണ്ട്. റെഡി 1 2 ആയില്ല 2 3 സ്റ്റാർട്ടൊക്കെ വേണ്ടേ? ഒന്നുകൂടെ എടുക്കാം. നിങ്ങൾ ക്ഷമ, പേഷ്യൻസ് നിക്ക്. അല്ല പറയണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ടാറ്റാ.